ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ നമ്മുടെ സച്ചി CI സാറിനോട് കാര്യങ്ങളെല്ലാം പറയാം. പല കേസുകളിലും എന്നെ ചാർജ് ചെയ്ത് അങ്ങനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി എന്നെ ബലമായി കുടിപ്പിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ സാറ് നല്ല ആളാണെന്ന് ഞാൻ അറിഞ്ഞു, എന്നെ ഒന്ന് വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് വിടാൻ പറ്റില്ല, പോലീസുകാരെ കയ്യേറ്റം ചെയ്ത കേസിലെ പ്രതിയാണ് ഇവനെന്ന് പറഞ്ഞപ്പോൾ താൻ തല്ലിയോ എന്ന് ചോദിച്ചു ഈ CI സാറ് നമ്മുടെ സച്ചിയോട്. ഇല്ല സാർ, ഞാൻ തല്ലിയാൽ ഇവരിങ്ങനെയൊക്കെ പരിക്കില്ലാണ്ട് നിൽക്കുമോ, തകർത്ത് കളയില്ലേ ഞാനെന്ന് നമ്മുടെ സച്ചി ചോദിച്ചപ്പോൾ ആഹാ, അപ്പോൾ താൻ ചെറിയ പുള്ളി അല്ലല്ലേ എന്ന് ചോദിച്ചു CI സാറ്. എന്തായാലും ഏട്ടൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിന്നെ ഞാൻ വിടാം, പക്ഷേ കല്യാണം കഴിഞ്ഞ് നീ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണമെന്ന് സാറ് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ താനും കൂടെ പോകണം, ഈ കല്യാണം കൂടി കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവരണമെന്നും പറഞ്ഞുകൊണ്ട് CI സാറ് പറയാം. എന്നാൽ താൻ പോയിക്കോളാൻ പറഞ്ഞു, വലിയ ഉപകാരമെന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് പോവാം. അപ്പോൾ നമ്മുടെ സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എടോ, കല്യാണവും അല്ലെങ്കിൽ മരണവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പരോള് കൊടുത്ത് വലിയ വലിയ കുറ്റവാളികളെ പറഞ്ഞു വിടും. അതുപോലെയാണോടോ ഇത് അത്ര ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ CI സാറിനോട് ചോദ്യം ചോദിച്ച് SIയോട് CI സാറ് പറഞ്ഞു. സ്വന്തം ഏട്ടൻ്റെ കല്യാണം അത് കൂടാൻ ആ ചെറുപ്പക്കാരൻ പോയി കൂടട്ടേടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുക. പിന്നെ കല്യാണ പന്തലും വിശേഷങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത്. നമ്മുടെ രേവതി ഇങ്ങനെ കണ്ണുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പതറിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് എല്ലാവർക്കും, അതായത് അമ്മയ്ക്കും ആങ്ങളയ്ക്കും പെങ്ങൾക്കും ഒരു ടെൻഷൻ. ഗജാനന്ദൻ അവിടെ ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്ന്, അയാൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയതായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുമ്പം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ അമ്മ മുണ്ട് കാണാത്തത് കൊണ്ടായിരിക്കും, എല്ലാവരും ഇപ്പം തന്നെ വരും, അമ്മ ഇങ്ങനെ വേദനിക്കാതെ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കാതെ എന്ന് പറഞ്ഞ് ദേവിക ലക്ഷ്മിയെ സമാധാനിപ്പിക്കുക. രേവതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പതറി നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് ഗജാനന്ദൻ അവിടെ ഇരുന്ന് വളരെ പ്രതീക്ഷയോടും ഇരിക്കുകയാണ്. ചേരി ഒന്ന് കൊഴുക്കട്ടെ, നീ സിനിമയിലെ നായകന്മാരെ കണ്ടിട്ടില്ലേ? വില്ലൻ്റെ കാളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്ന നായിക, വില്ലനും സംഘവും പുറകെ, നായിക പ്രാണനും കൊണ്ട് ഓടും. അപ്പോൾ ഓടി ഓടി ഒരു സ്ഥലത്തെത്തുമ്പോൾ എങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അന്നേരമാണ് നായകൻ്റെ വരവ്. അപ്പോഴേ കയ്യടികൾ കൂടത്തുള്ളെന്നും പറഞ്ഞ് ഞാനും അങ്ങനെ ഒരു കയ്യടിയാണ് ആഗ്രഹിക്കുന്നതെന്നും അതിനുള്ള നേരമായിട്ടില്ലെന്നൊക്കെ പറയാ ഗജാനന്ദൻ. നമുക്ക് കുറച്ചുകൂടി കാക്കാവുന്നു. ഈ സമയത്ത് നമ്മുടെ നായകൻ പറന്നു വരികയാണ് പോലീസുകാരൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ ആ ഒരു അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ സച്ചി സ്കൂട്ടറിനാണ് വരുന്നത്. സ്കൂട്ടർ ഇങ്ങനെ റോഡ് സൈഡിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ എന്താടോ എന്ന് ചോദിച്ചു നമ്മുടെ കൂടെയുള്ള പോലീസുകാരൻ. അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക്, അടിസ്ഥാനപരമായിട്ട് ഞാനൊരു വഴക്കാളിയാണെങ്കിലും എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിന് പോകുമ്പോൾ മാന്യതയായിട്ട് ഇരിക്കണ്ടേന്ന് ചോദിച്ചു. അതല്ലേ അതിൻ്റെ ഒരു ശരി. അപ്പോൾ ആയിക്കോട്ടെ, തൻ്റെ മാന്യത ഞാനായിട്ട് കളയുന്നില്ല. നാരങ്ങ വെള്ളം നമുക്ക് വേറൊരു ദിവസം കുടിക്കാം, എന്നത്തെ വണ്ടി എടുത്തോളാൻ പറഞ്ഞ് അങ്ങനെ പോവാം. അപ്പം അങ്ങനെ ആ ഒരു ഇതിൽ അങ്ങ് പോയി. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയേ പോണു. അതുപോലെ കല്യാണ സ്ഥലത്തെത്തി. നമ്മുടെ പോലീസ് സാർ അങ്ങ് മാറി നിന്നു. അന്നേരം മണ്ഡപത്തിൽ ഇവരെല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. സച്ചി ഇങ്ങനെ കയറി വരുന്ന രേവതി കണ്ടു. രേവതി എന്നേരത്തേക്ക് ഇങ്ങനെ നോക്കി, ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ വരുവാണോ എന്ന്. അങ്ങനെ പോലീസുകാരനെയും കൂട്ടിക്കൊണ്ട് സച്ചി വരുന്നു. സച്ചി വരുമ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി ഇവർക്ക്. അങ്ങനെ ഇവരിങ്ങനെ പേടിച്ചിങ്ങനെ നോക്കിയിരിക്കുന്നു. അപ്പോഴേക്കും ഗജാനന്ദൻ നമ്മുടെ സച്ചിയെ കണ്ടു. ഇവനെങ്ങനെ ഇങ്ങനെ തിരിച്ചെത്തി വന്നതെന്ന് ഗജാനന്ദൻ കൂടെയുള്ളവരോട് ചോദിച്ചപ്പോൾ എനിക്കതിനെപ്പറ്റി അറിയില്ല അണ്ണാന്ന് കൂടെയുള്ളവർ പറയാം. ഞാനും അത് തന്നെ വിചാരിക്കുന്നത്. അപ്പോൾ കുഴപ്പമാവും അണ്ണാന്നൊക്കെ ചോദിക്കുക ഇവർ. എന്തോ കുഴപ്പം, നമുക്ക് നോക്കാവന്നേ എന്ന് സംഭവിക്കാൻ പോകുന്നതെന്ന്. നോക്കാവല്ലോ എന്ന് പറഞ്ഞ് ഇവരിയ്ക്കുന്നു. അപ്പോഴേക്ക് രേവതിയുടെ ഉള്ളിൽ ഇങ്ങനെ പിടപ്പ് തുടങ്ങി. കാരണം ഇനി ഇതിങ്ങനെ പ്രശ്നമാകുമോ എന്നൊക്കെയുള്ളൊരു പിടപ്പ്. അങ്ങനെ രേവതി പേടിച്ച് വിറച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും അതുപോലെ മറ്റുള്ളവരുടെയൊക്കെ അടുത്തേക്ക് നമ്മുടെ സച്ചി ചെന്നപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കും അവിടെ ആകെ വിഷമിച്ച്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. ഇതെന്താ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് സച്ചി ചോദിച്ചു. അല്ല, പെണ്ണ് മണ്ഡപത്തിലെത്തിയല്ലോ, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിച്ചു. സാധാരണ ചെറുക്കൻ വന്നതിന് ശേഷമാണ് പെണ്ണെത്താറ്, ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ മാറിയതെന്നൊക്കെ ചോദിക്കണു സച്ചി. ആരും ഒന്നും മിണ്ടുന്നില്ല. എന്താ എല്ലാവരും മിണ്ടാതെ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവനെവിടെ, സുധി എവിടെ പോയി, എന്താ ഇത് പറ്റിയ അച്ഛ, സുധി എവിടെയെന്ന്. അത് കേട്ടിട്ടും ആരും ഒന്നും മിണ്ടുന്നില്ല. അച്ഛ, സുധി എവിടെ? അവൻ നമ്മളെ ചതിച്ചു മോനെ, എന്നോട് അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ എന്തു പറ്റി, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ നീ ഇത് വായിച്ചു നോക്കാൻ പറഞ്ഞ അച്ഛമ്മ ആ പേപ്പർ കൊടുത്തു. നമ്മുടെ സച്ചി അത് വായിച്ചു നോക്കിയതും തൃപ്തിയായി. ചന്ദ്ര ഇങ്ങനെ തലയും കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുക, കാരണം മുഖത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ നമ്മുടെ സച്ചി ഒരു ചിരിച്ചു. അപ്പോൾ അവനൊരു തനുസ്വഭാവം കാണിച്ചല്ലേ എന്ന് സച്ചി ചോദിച്ചു. ചന്ദ്ര നോക്കുക മകന്, എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, PG കാരൻ +2 മാത്രം പഠിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ എന്താ സമ്മതിച്ചതെന്ന്. ഇപ്പോഴല്ലേ എല്ലാം മനസ്സിലായത്. അവനെല്ലാം നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഈ കല്യാണമേ അവനൊരു മറയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ സച്ചി പറയാം. ചന്ദ്ര ഇങ്ങനെ നിന്ന് ഉരുകുക. അച്ഛാ, കാശവൻ കൊണ്ടുപോയോ 50 ലക്ഷം രൂപ? കൊണ്ടുപോയെന്ന് പറഞ്ഞു.
അപ്പം അത് തന്നെ കാശിന് വേണ്ടിയിട്ടാണ് അവൻ ഈ കല്യാണത്തിനൊക്കെ സമ്മതിച്ച് നിന്നത്. എന്തായാലും കുറച്ച് കടന്ന കൈയായിപ്പോയി. ഈ കല്യാണത്തിന് സമ്മതം മൂളിയില്ലെങ്കിൽ അച്ഛന് 50 ലക്ഷം കൊടുത്തില്ലെങ്കിലോ എന്ന് അവൻ പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ബുദ്ധിമാനവൻ. കൊള്ളാം, അമ്മ വളർത്തിയ മോൻ ഇത് ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതം ഉള്ളെന്നൊക്കെ ഇങ്ങനെ മകൻ ചോദിക്കുമ്പോഴും ചന്ദ്ര മിണ്ടുന്നില്ല. അമ്മ എപ്പോഴെങ്കിലും എൻ്റെ മുന്നിലൊന്ന് തോറ്റു കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു തവണയല്ല, പലതവണ ഞാനത് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം അമ്മ അത്രത്തോളം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. സുധിയെയും എന്നെയും താരതമ്യം ചെയ്ത് അമ്മ എന്നെ പരിഹസിക്കുമ്പോൾ ഹൃദയം നൊന്ത് പലതും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അറിയോ അമ്മയ്ക്കെന്ന് ചോദിച്ചു. എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളുടെയൊക്കെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാകണേ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് അറിയാവോ എന്ന് ചോദിച്ചു. ചന്ദ്ര മിണ്ടുന്നില്ലേ? പക്ഷെ അമ്മയ്ക്ക് ഇതുപോലൊരു തോൽവി അത് വേണ്ടായിരുന്നു അമ്മേ. ഇങ്ങനെയൊരു ജയം എനിക്കും വേണ്ടായിരുന്നു എന്ന് നമ്മുടെ സച്ചി പറയാം. അപ്പം അച്ഛൻ മകനെയും ഭാര്യയെയും ഒന്ന് നോക്കി. നോട്ടം മാത്രം നടക്കുള്ളൂ. സുധിയെ ഞാൻ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. എപ്പോഴും ചിരിക്കുന്ന, ആരോടും ദേഷ്യപ്പെടാത്ത അവൻ്റെ മനസ്സിൽ എല്ലാവരെയും ചതിക്കാൻ നടക്കുന്ന, മറ്റുള്ളവരുടെ വിജയങ്ങളിൽ അസ്വസ്ഥനാകുന്ന ഒരു സുധി ഉണ്ടെന്ന് അനുഭവം കൊണ്ട് തിരിച്ചറിഞ്ഞവനാണ് ഞാനെന്നുള്ള കാര്യം സച്ചി പറഞ്ഞു. ഒന്നും ആരോടും ഞാനിതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പണ്ടേ ഞാൻ മനസ്സിലാക്കിയ സത്യം ഇപ്പം നിങ്ങളും മനസ്സിലാക്കി, അത്രേ ഉള്ളൂ. ഇനി എന്താ ചെയ്യുന്നത്? ഇനി എന്താ അടുത്ത വഴിയെന്ന് ചോദിച്ചു. ചന്ദ്രമതി ടീച്ചർക്ക് ഇതിൽ എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. എന്നും ബെഞ്ചിൻ്റെ മുകളിൽ കയറ്റി നിർത്തി വിചാരണ ചെയ്യാറുള്ള പഠിക്കാത്ത ഈ പാവത്തിന് ഇനി ടീച്ചറുടെ ക്ലാസ്സിൽ ഇരിക്കാവോ എന്ന് ചോദിച്ചു. ഇങ്ങനെ നിൽക്കും അമ്മ. പഠിത്തക്കാരനായ മുൻബെഞ്ചുകാരൻ ടീച്ചറെയും ചതിച്ച് പോയി കളഞ്ഞല്ലോ. എന്താ ഈ പിൻബെഞ്ചുകാരൻ ഇനിയൊന്ന് ഇരുന്നോട്ടേ എന്ന് ചോദിച്ചു. ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് പേപ്പറും ചുരുട്ടി എറിഞ്ഞിട്ട് എൻ്റെ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. ആരുടെ മുന്നിലും അച്ഛൻ ഇതുവരെ തോറ്റിട്ടില്ല, തോക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. ആ അച്ഛനെയാണ് അവൻ പറ്റിച്ചിട്ട് പോയതെന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുമ്പോഴും അച്ഛൻ ദയനീയമായിട്ട് മോനെ നോക്കുക. പെണ്ണിനൊപ്പം പോയതിനല്ല അച്ഛാ, ആ 50 ലക്ഷം രൂപ കൊണ്ടുപോയതിൽ എൻ്റെ സങ്കടം മുഴുവനെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി പറയുന്നേ. എത്ര കൊല്ലത്തെ എൻ്റെ അച്ഛൻ്റെ അധ്വാനം അതെന്നൊക്കെ ചോദിച്ചു കൈയൊക്കെ ചേർത്ത് പിടിച്ചു. ചന്ദ്രമതി ഫുഡ് പ്രോഡക്റ്റ് ആ നിൽക്കുന്നതല്ലേ എൻ്റെ MD. കഷ്ടം എന്നും പറഞ്ഞു നമ്മുടെ സച്ചി എന്താ കിട്ടിയ അവസരം നന്നായിട്ട് മാക്സിമം ഉപയോഗിച്ചു. ഇതൊക്കെ കേട്ടിങ്ങനെ ചന്ദ്രമതി ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. അമ്മയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് മകനെ നിങ്ങളിനി എവിടെ പോയി കണ്ടുപിടിക്കാൻ, അവനെ മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ല എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. അത്രയ്ക്ക് അവൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം നമ്മുടെ സച്ചി അങ്ങ് പറഞ്ഞു. അത് പറഞ്ഞ് സച്ചി ഇങ്ങനെ അച്ഛനോട് ചോദിക്കുക ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന്. എന്നെ അച്ഛമ്മ വളർത്തിയെന്നാലും നന്നായി അച്ഛമ്മേ, അമ്മയാണ് വളർത്തിയിരുന്നതെങ്കിൽ ഇതിലും വലിയ തോന്നിവാസം ഞാൻ ചെയ്തേനേ എന്നുള്ള കാര്യം സച്ചി പറയാം. അതൊക്കെ കേട്ട അച്ഛമ്മയ്ക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ വളർത്തു ഗുണവും വളർത്തു ദോഷവും ഒക്കെ ഉണ്ട്. അച്ഛമ്മയുടെ വളർത്തു ഗുണമാണ് ഞാനെന്നും എൻ്റെ അമ്മയുടെ വളർത്തു ദോഷം അച്ഛൻ്റെ 50 ലക്ഷം രൂപയെ കൊണ്ട് മുങ്ങിപ്പോയെന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ടൊരു തുപ്പും കൂടെ വെച്ച് കൊടുത്തു. അതായത് ഈ ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കി ട്രിപ്പിൾ PG എന്നും പറഞ്ഞുകൊണ്ടൊരു ഒറ്റ തുപ്പ്. ചന്ദ്രമതി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. കാരണം നിൽക്കാനും നിവർത്തിയുള്ളേ. അങ്ങനെ ആ ഒരു സംസാരം അവിടെ അങ്ങനെ നടക്കുന്നു. ഈ സമയത്ത് അവിടെ നമ്മുടെ ഗജാനന്ദൻ ഇങ്ങനെ നോക്കിയിരിക്കാം. അപ്പോൾ ഗജാനന്ദൻ എൻ്റെ പെണ്ണ് എന്നെ നോക്കിയിരിപ്പുണ്ട്, അവളുടെ മുന്നിലിരിക്കുന്ന വിളക്കണയാതിരിക്കാൻ ഞാൻ ആ വിളക്കിൽ ഒരു തിരി എണ്ണ ഒഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഗജാനന്ദൻ പതുക്കെ എഴുന്നേറ്റ് അങ്ങ് ചെല്ലുന്നു. അങ്ങനെ നടന്ന് ചെല്ലുന്ന ഗജാനന്ദനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പേടിച്ച് വിറച്ച് പാവങ്ങളിങ്ങനെ ഇരിക്കാം. അടുത്തേക്ക് ചെന്നിട്ട് എന്താ ലക്ഷ്മിയിടത്തി പയ്യൻ പോയിട്ട് ഇതുപോലെ തിരിച്ചു വന്നില്ലല്ലോ, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഗജാനന്ദൻ ഇങ്ങനെ ചോദിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ട് പറഞ്ഞാൽ മതി കേട്ടോ, ഈ ഗജാനന്ദൻ ഇടപെട്ടോളാമെന്ന് പറഞ്ഞു. അപ്പം തൻ്റെ സഹായമൊന്നും ഇവിടെ ആർക്കും വേണ്ടെന്ന് നമ്മുടെ ദേവിക പറയുമ്പോൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ തന്നെ കാണും, ആ ഭാഗത്തെന്ന് പറഞ്ഞ് ഭാഗം വരെ കാണിച്ചു കൊടുത്തിട്ട് ഇവനങ്ങ് ഇറങ്ങിപ്പോയി. ഇവനതും പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് അവിടെ തന്നെ പോയിരിക്കുക. എന്നിട്ട് ഇവരെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശരിക്കും പേടിയായി അവർക്ക്. അപ്പോൾ ആ ഒരു സംഭവം അവിടെ നടക്കുന്നു. ഈ സമയത്ത് നമ്മളിനി എന്ത് ചെയ്യും രവി എന്ന് ചോദിച്ചു അച്ഛമ്മ. അപ്പം ഞാൻ പറയാം, അവനെ പോയി തപ്പിത്തേടി കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ അവരോട് കാര്യം പറയട്ടെ എന്നൊക്കെ പറഞ്ഞു സച്ചി. അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു അന്നേരം രവിയേട്ടൻ. നീ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇങ്ങനെ നോക്കുക. അശോക എന്നും പറഞ്ഞ കൂട്ടുകാരനെ വിളിച്ചു. ഇവനെ ഒന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകും ചെല്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോഴത്തേക്ക് എന്താണെന്ന് സച്ചിക്കും മനസ്സിലാകുന്നില്ല, അശോകനും മനസ്സിലാകുന്നില്ല. അപ്പോൾ വാ മോനെ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകും. ഞാനിവിടെ വേണ്ടേന്ന് ചോദിച്ചു സച്ചി. വേണം, അതിന് മുൻപ് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറണം, കല്യാണമൊക്കെ അല്ലേ, ഇനി എന്ത് കല്യാണം എന്ന് ചോദിച്ചു. അതൊക്കെ പറയാമോ, വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചിയെ വിളിച്ചുകൊണ്ട് പോവാ ഡ്രസ്സ് മാറാനായിട്ട്. അപ്പോൾ സച്ചി എന്തിനാ ഡ്രസ്സ് മാറാൻ കൊണ്ടുപോയെന്ന് ചോദിച്ചു. അപ്പോൾ അവരോട് ഈ കാര്യമൊക്കെ പറയണ്ടേന്ന് ചോദിച്ചപ്പോൾ അമ്മ ചോദിച്ചു. പറയാമെന്ന് പറഞ്ഞു. നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ മടിയുണ്ടെങ്കിൽ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ അമ്മേ ഈ വിവരം എങ്ങാനും പറഞ്ഞാൽ അമ്മ നെഞ്ചു പൊട്ടി വീഴും, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ഇങ്ങനെ പറഞ്ഞു. അവരോടിപ്പോൾ എന്ത് പറയാനായിട്ട്, എന്തിനും തയ്യാറാവേണ്ടവരവർ. നീ മിണ്ടിപ്പോകരുത്, നീ ഒരുത്തനാണ് നിൻ്റെ മകൻ ഇതുപോലെ വളർത്തി വഷളാക്കി കളഞ്ഞതെന്ന് പറഞ്ഞു വലിയ ന്യായം പറയാൻ വന്ന ചന്ദ്രയുടെ വായിൽ എന്താ പറയുന്നത്, ശരിക്കും
അമിട്ട് തന്നെ പൊട്ടിച്ചു എന്ന് പറയാം നമ്മുടെ ചേട്ടൻ. എന്നും നീ സച്ചിയെ കുറ്റം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്നും അവനെ നീ വഴക്ക് പറഞ്ഞ് അകറ്റൊക്കെ മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. അതിനുള്ള തിരിച്ചടിയാ ചന്ദ്ര നിനക്ക് കിട്ടിയത്. അല്ലെങ്കിൽ അവസാനം കുറ്റം എൻ്റെ തലയിൽ തന്നെ വരുമെന്ന് എനിക്കറിയായിരുന്നു അന്നേരം ചന്ദ്ര. ഞാനെന്ത് തെറ്റാ ഇതിൽ ചെയ്തത്, എനിക്ക് അവൻ്റെ മനസ്സിൽ കയറി നോക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴും മകന് ന്യായീകരിക്കാം. ഇതുവരെ പേരിന് ഒരു വഴക്കിന് പോലും വരാത്ത, വഴക്ക് പോലും കേൾപ്പിക്കാത്ത മകൻ ഇങ്ങനെ ചെയ്തു എന്ന് ആര് ചിന്തിക്കും? ഇനി അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ടെന്ന് അച്ഛമ്മ എന്തേരം പറഞ്ഞു. ശ്രുതി തിരിച്ചു വരുന്നതും കാത്ത് ഒരു പെൺകുട്ടി മണ്ഡപത്തിൽ ഇരിപ്പുണ്ട്, അതാരും മറന്നു പോകണ്ട. അവളോട് എന്ത് പറയുമെന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക, അവളുടെ വീട്ടുകാരോട് എന്ത് പറയുമെന്ന് ചിന്തിക്കാനൊക്കെ പറഞ്ഞ അച്ഛമ്മ ഇങ്ങനെ പറയും. ഇവരിരുന്ന് ഇങ്ങനെ ആലോചിച്ച് കൂട്ട് എന്ത് ചെയ്യുമെന്ന്. ഈ സമയത്ത് വരാത്തതിൻ്റെ പേരിൽ രേവതി അമ്മയോടും അനിയത്തിയോടും അനുജനോടും ചോദിച്ചുകൊണ്ടിരിക്കുക, ചെറുക്കൻ വരാത്തതെന്താന്ന്. അപ്പോൾ മോളെ എന്നാന്ന് എനിക്ക് അറിയില്ല, ഞാൻ അവരോടൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അങ്ങോട്ടേക്ക് പോയി ചോദിക്കാനായിട്ട്. ഈ സമയത്ത് ഭയങ്കര സന്തോഷത്തിൽ ആർത്തുല്ലസിച്ച് നമ്മുടെ ഗജാനന്ദൻ അവിടെ ഇരിക്കുക, എനിക്ക് ഇപ്പം കെട്ടാം എന്നുള്ളൊരിതിൽ. ആ സമയത്ത് ശ്രീയോട് പറഞ്ഞു, നീ പോയി അവരെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത് ലക്ഷ്മിയൊക്കെ. അപ്പോൾ ശ്രീ വിളിക്കാനായിട്ട് പോകാൻ തുടങ്ങുക. പിന്നെ തൽക്കാലം ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പറയണ്ട കേട്ടോ, ഞാൻ പറഞ്ഞോളാം എല്ലാവെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ മകനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ അവരിതെങ്ങനെ അംഗീകരിക്കും മോനെ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ അവരിതൊക്കെ അംഗീകരിക്കാൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്കാൻ നമ്മുടെ രവിയേട്ടൻ അമ്മയോട് പറയാം. ചന്ദ്ര ഒന്നും മിണ്ടാതെ അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ലക്ഷ്മി അമ്മ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീയെ കണ്ടു. എന്താ മോനെ പ്രശ്നം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയൊന്ന് അപ്പുറം വരെ വരുമോ, എല്ലാം അച്ഛൻ പറയുമെന്ന് പറഞ്ഞു ശ്രീയ. അപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് ലക്ഷ്മി അമ്മയ്ക്ക് മനസ്സിലായി. അങ്ങനെ ശ്രീ പോയി ലക്ഷ്മി വിളിച്ചുകൊണ്ട് വന്നു. ലക്ഷ്മി ചോദിച്ചു, എന്താ കാര്യം, എന്താ പ്രശ്നം, എന്താ വിഷയം എന്താണെന്ന് ചോദിച്ചു. സുധി എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അല്ല മോൻ ഇതുവരെ അങ്ങോട്ട് വരാത്ത എന്താ, മുണ്ടൊന്നും മാറിയില്ലേ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ എല്ലാവരെയും കണ്ടപ്പോൾ മൊത്തത്തിൽ എന്തോ വിഷയമുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നി. എന്താ പറ്റി, എന്താ ആരും ഒന്നും മിണ്ടാത്തേന്ന് ചോദിച്ചു. എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണോ ആരും ഒന്നും മിണ്ടാത്തേ, എന്താ കാര്യം എന്ന് ചോദിക്കാം. എന്നിട്ട് ഇങ്ങനെ വെപ്രാളം കൂട്ടും അമ്മേ, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാനൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ രവിയേട്ടൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ അമ്മ തകർന്നു പോയിട്ടോ. അങ്ങനെ ആ അമ്മ വീണില്ലെന്നേ ഉള്ളൂ, ഈ കല്യാണം നടക്കില്ല എന്ന് കേട്ടപ്പോൾ. അയ്യോ അപ്പോൾ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഇതാവുക. അപ്പോൾ ഈ ശ്രുതി പോയെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഇല്ല, നുണയായി പറയുന്നത്, നിങ്ങളീ പറയുന്നതൊക്കെ നുണയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മക്കറിയാം. അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുമോ, അതും ഇന്നത്തെ ദിവസം അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചാൽ അമ്മക്കറിയാം. വെറുതെ എന്നെ പേടിപ്പിക്കുകയല്ലേ എന്നൊക്കെ ഈ അമ്മ ചോദിച്ചു കേട്ടോ. നോക്ക ദേ എൻ്റെ മോള് നിങ്ങളുടെ തമാശയൊന്നും താങ്ങാനുള്ള ശക്തി ഉള്ളവളല്ല കേട്ടോ ഈ ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഭയങ്കര കരച്ചിൽ. പാവങ്ങളാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ അമ്മ ഭയങ്കര കരച്ചില്ല. അമ്മയോട് എന്ത് പറഞ്ഞ് എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയാതെ ഇവരിങ്ങനെ തകർന്ന് നിൽക്കുക. അപ്പോൾ അവൻ വരില്ല മോളെ, നമ്മളെല്ലാം ചതിച്ചിട്ട് അവൻ പോയി കഴിഞ്ഞു എന്ന് നമ്മുടെ അച്ഛമ്മയും പറഞ്ഞു. അപ്പോൾ സുധിയുടെ അമ്മ നേരാണോ ഞാൻ ഈ കേൾക്കുന്നതെന്ന് ചോദിച്ചു. ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല. അവൻ അങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ചെയ്തു എന്ന് ചന്ദ്ര പറഞ്ഞു. അപ്പോഴത്തേക്ക് നെഞ്ചത്തടിച്ച് ആ അമ്മ വാവിട്ട് കരയുക. കാരണം എന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അമ്മയ്ക്ക്. ആ അമ്മ തകർന്നു പോയി. അവിടുന്ന് അമ്മ ഒരു ഒറ്റ ഓട്ടം അങ്ങോട്ട് ഓടിയിട്ട് എന്താ അവസ്ഥയെന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാവരും പിന്നാലെ എല്ലാവരും ഓടിച്ചെന്ന് അമ്മയെ സമാധാനിപ്പിക്കാനായിട്ട്. ഇതൊന്നും അറിയാതെ അവിടെ നമ്മുടെ രേവതി ഇങ്ങനെ മണ്ഡപത്തിൽ തന്നെ ഇരിക്കുക. അപ്പോൾ എൻ്റെ മോൾ എങ്ങനെ ഇതൊക്കെ സഹിക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ അമ്മ ഇങ്ങനെ അവിടെ നിന്ന് പറയുന്നു, ഞാൻ എൻ്റെ കുഞ്ഞിനെ എങ്ങനെ സമാധാനിപ്പിക്കുക, എൻ്റെ കുഞ്ഞിനോട് ഞാനിത് എങ്ങനെ പറയൂ എന്നൊക്കെ ചോദിച്ചാൽ അമ്മ ഭയങ്കര കരച്ചില്ല. അപ്പോഴേക്ക് ഈ ഇത് കാഴ്ച നമ്മുടെ രേവതി കണ്ടു. രേവതി വേഗം ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ഇല്ല, ഞാൻ എൻ്റെ മോളോട് ഒരിക്കലും പറയില്ല, എൻ്റെ മോളോട് ഞാൻ പറയില്ലെന്നും പറഞ്ഞ് ഭയങ്കര കരച്ചില്ല അമ്മ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ രേവതിയൊക്കെ ഇറങ്ങി വരുന്നു. അപ്പോൾ രേവതി ഇറങ്ങി വന്ന കൂട്ടത്തിൽ അനിയനും അനുജത്തിയും പിന്നാലെ വന്നു. അപ്പോൾ ഇവരെങ്ങോട്ട് പോകുന്നതൊക്കെ നമ്മുടെ ഗജാനന്ദൻ കാണുന്നുണ്ട്. ഗജാനന്ദൻ അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ വന്നിട്ട് മോള് ചോദിച്ചു, എന്താ അമ്മ ഇതിനെ കരയുന്നത്, എന്താ അമ്മയെ കുഴപ്പം, എന്താണെന്ന് ചോദിച്ചു. അമ്മ എന്താ ഉണ്ടായെന്നൊന്ന് പറ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ശ്രീ പ്രശ്നം, എന്താ കാര്യം, എന്തിനാ എൻ്റെ അമ്മ കരയുന്നതെന്ന് അനിയൻ ചോദിച്ചു. അപ്പോൾ അത് പിന്നെ അങ്ങനെ ചോദിക്കുമ്പോൾ ദേ നമ്മുടെ രവി പറഞ്ഞു ഒരു ചതി പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ അനിയൻ ചോദിച്ചു, ചതി പറ്റിയെന്നോ, എങ്ങനെ ചതി പറ്റിയെന്ന്? അവൻ നമ്മളെ എല്ലാവരെയും വഞ്ചിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും നടുങ്ങി നിൽക്കുന്ന രേവതി. ആ ഒരു സിറ്റുവേഷനിലാട്ടോ ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും ഒരുപാട് വേദന നിറയുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.